Welcome to my channel Incredible English. ഇന്നും നമ്മൾ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപും നമ്മൾ എറർ സ്പോട്ടിങ്ങിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്ന ഫസ്റ്റ് സെന്റൻസ് ഇതാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു സീ യു. ഐ ലുക്ക് ഫോർവേഡ് ടു സീ യു. അതിലെ മിസ്റ്റേക്ക് എന്താണ്? ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു. ഈ ഒരു എക്സ്പ്രഷൻ ലുക്ക് ഫോർവേഡ് ടു ഇത് നമ്മൾ സംസാരിക്കുമ്പോഴും റൈറ്റിംഗിലും ഒക്കെ കോമൺലി യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ടു എന്നുള്ളൊരു പ്രിപ്പോസിഷൻ, നോട്ട് ആസ് എ പ്രിപ്പോസിഷൻ, ടു എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് നമ്മൾ വെർബിന്റെ ബേസ് ഫോം യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് നമ്മുടെ മനസ്സിൽ ഇൻഫിനിറ്റീവ് കിടക്കുന്നത് കൊണ്ട്. പക്ഷെ ഈ സെന്റൻസിൽ ടു എന്നുള്ളത് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ്. അഗെയിൻ വൺ മോർ പോയിന്റ് ഈസ് ദെയർ. ഈ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇതൊരു കൊളൊക്കേഷൻ ആണ്. ദീസ് ത്രീ വേർഡ്സ് ഗോ ടുഗെദർ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വെർബിന് ടുവിന് ശേഷം വെർബ് ഫോം വരുമ്പോൾ ING ഫോം വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഈസ് ബി യൂസ്ഡ് ടു വരുമ്പോൾ ഐ ആം യൂസ്ഡ് ടു സ്പീക്ക് ഇൻ പബ്ലിക്. ഐ ആം യൂസ്ഡ് ടു സ്പീക്ക് ഇൻ പബ്ലിക്. നോക്കിക്കേ, ബി യൂസ്ഡ് ടുയുടെ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആം യൂസ്ഡ് ടു. ഫോംസ് ഓഫ് ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈസ്, ആം, ആർ, വാസ്, വെയർ, ഇതൊക്കെയാണ് ഫോംസ് ഓഫ് ബി എന്ന് പറയുന്നത്. സോ ഐ ആം യൂസ്ഡ് ടു സ്പീക്ക് ഇൻ പബ്ലിക് എന്ന് പറയുമ്പോൾ അതിലെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അഗെയിൻ യൂസ്ഡ് ടു സ്പീക്കിംഗ് എന്ന് വേണം. സ്പീക്ക് പ്ലസ് ING ഫോം, അതായത് വെർബ് പ്ലസ് ING ഫോം വേണം യൂസ് ചെയ്യാൻ. ബിക്കോസ് ആം യൂസ്ഡ് ടു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ട് ഓൺലി ആം, ഐ എം ടോക്കിംഗ് അബൌട്ട് ബി പ്ലസ് യൂസ്ഡ് ടു ഫോംസ്. അപ്പം ബി പ്ലസ് യൂസ്ഡ് ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ അതുമായിട്ട് ഫെമിലിയർ ആണ്, വി ആർ അക്കസ്റ്റംഡ് വിത്ത് ദാറ്റ്, നമ്മൾ അതുമായിട്ട് ഓക്കെ ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേ യൂസ്ഡ് ടു മീനിങ് അല്ല, ദാറ്റ് ഈസ് ഡിഫറെന്റ്. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാസ്റ്റ് ആക്ഷനെയാണ്, ഇപ്പോഴില്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റ് ആക്ഷൻ. അപ്പൊ അതാണ് യൂസ്ഡ് ടു. ആം യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബി പ്ലസ് യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് ഫെമിലിയർ ആയി എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയും ടു ഫങ്ഷൻ ചെയ്യുന്നത് നോട്ട് ആസ് പാർട്ട് ഓഫ് ആൻ ഇൻഫിനിറ്റീവ് ബട്ട് ആസ് എ പ്രിപ്പോസിഷൻ. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബി പ്ലസ് യൂസ്ഡ് ടു ഫോംസിൽ ടുവിന് ശേഷം ഒരു വെർബാണ് വരുന്നതെങ്കിൽ എപ്പോഴും അതിന്റെ ING ഫോം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ടുവിന് ശേഷം ഒരു വെർബാണെങ്കിൽ. ഇഫ് എ വെർബ് ഫോളോസ് ദ പ്രിപ്പോസിഷൻ ടു ഇൻ ബി യൂസ്ഡ് ടു ഫോം, യൂസ് ING ഫോം ഓഫ് ദ വെർബ്. നൗൺസ് ആ പറഞ്ഞെങ്കിൽ ഡെഫിനറ്റ്ലി ING പറ്റില്ല. നോക്കിക്കേ, ഐ എം യൂസ്ഡ് ടു ചൈന. അതായത് ചൈനയിൽ ഇനി എന്തൊക്കെ അൺഫേവറബിൾ സിറ്റുവേഷൻ വന്നാലും എനിക്ക് ആ ലൈഫ് സ്റ്റൈലുമായിട്ട് ഞാൻ ഓക്കെ ആയി എന്നാണ് അതിന്റെ മീനിങ്. അവിടെ നൗണിന്റെ കേസല്ല, നമ്മൾ വെർബിന്റെ കേസ് പറഞ്ഞാൽ വെർബാണ് ടുവിന് ശേഷം വരുന്നതെങ്കിൽ ING ഫോം വേണം യൂസ്. യൂസ്ഡ് ടു, ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇൻ പബ്ലിക്, ഇത് യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ ടു പ്ലസ് വെർബ് ഫോമേ വരുള്ളൂ, അവിടെ ING വേണ്ട. ആം ബി പ്ലസ് യൂസ്ഡ് ടു ഈസ് ഡിഫറെന്റ്, യൂസ്ഡ് ടു ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. യൂസ്ഡ് ടുവിന്റെ കൂടെ വെർബിന്റെ ബേസ് ഫോം യൂസ്ഡ് ടു പ്ലസ് V1, ബി യൂസ്ഡ് ടു പ്ലസ് ING ഓഫ് വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് സംസാരിക്കുമായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ഷീ ഈസ് യൂസ്ഡ് ടു ഡ്രിങ്കിങ്. അനദർ എക്സാമ്പിൾ തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അനദർ ഫോം ഓഫ് ബി. അപ്പം ഈസ് യൂസ്ഡ് ടു ആണ്, അപ്പൊ ING ഫോം ഓഫ് ദ വെർബ് ആണ് ഡ്രിങ്കിന് ശേഷം. ഡ്രിങ്ക് പ്ലസ് ING ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ടു ഈസ് എ പ്രിപ്പോസിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 3 പോയിന്റ്സ് ആണ്. ലുക്ക് ഫോർവേഡ് ടു എന്നുള്ള എക്സ്പ്രഷന് ശേഷം എപ്പോഴും വെർബിന്റെ ING ഫോം വേണം. ബി യൂസ്ഡ് ടു, ബി പ്ലസ് യൂസ്ഡ് ടു ഫോം വരുമ്പോഴും എപ്പോഴും ING ഫോം ഓഫ് ദ വെർബ് വേണം. വെർബാണ് ടുവിന് ശേഷം വരുന്നതെങ്കിൽ, പ്രിപ്പോസിഷന് ശേഷം വെർബാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് വേണം? ING ഫോം ഓഫ് ദ വെർബ് വേണം. അഗൈൻ യൂസ്ഡ് ടുവിന്റെ കൂടെ ആണെങ്കിൽ ടു പ്ലസ് V1 വരുള്ളൂ, യൂസ്ഡ് ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. Hope this is useful to you. Let me be back with some more useful videos. Thank you.